സിനോജ് തോമസിലേക്ക് പോകുന്നു. കാട്ടിലെ പിടിക കോഴിക്കോടാണ്. സിനോജ്, കോഴിക്കോട് കാട്ടിലെ പിടികയിലാണ് ആദ്യം സമരം തുടങ്ങിയത്. ആ സമരസമിതിക്കാർ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ നേരത്തെ പകർത്തിയതാണ്. ഇപ്പോൾ അതാ അവർ കാത്തിരുന്ന തീരുമാനം വന്നിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം സിനോജ്? സ്മൃതി, 5.5 വർഷം നീണ്ടുനിന്ന സമരമാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. 2020 ഒക്ടോബർ 2-നാണ് ഞാൻ നിൽക്കുന്ന കാട്ടിലെ പിടികയിൽ ഈ സമരപ്പന്തൽ ഉയരുന്നത്. അന്ന് മുതൽ ആളുകൾ, ഇവിടുത്തെ നാട്ടുകാർ, ഇത് കിടപ്പാടം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു, ജനകീയ സമരമായിരുന്നു. ആ സമരം ഇന്ന് വിജയം കണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ വന്നപ്പോൾ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാത്തിരിക്കുകയായിരുന്നു. ആദ്യ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ആളുകൾ വലിയ രീതിയിൽ ഇവിടെ പ്രകടനം നടത്തി, ലഡു വിതരണം നടത്തി. വലിയ ആവേശത്തിലാണ് ഇവിടുത്തെ സമരസമിതിയുടെ നേതാക്കളൊക്കെ തന്നെയുണ്ട്. കാരണം അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുകയായിരുന്നു, മഞ്ഞക്കുറ്റികൾ അവിടുന്ന് എടുത്തു മാറ്റുകയായിരുന്നു. ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളുമാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. സമരസമിതിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ കൂടിയാണ്. എങ്ങനെ കാണുന്നു തീരുമാനത്തെ? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് കണ്ടിരുന്നു. രാവിലെ ഞങ്ങളുടെ സമരസമിതി പ്രവർത്തകന്മാർ അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ഞങ്ങൾക്ക് അന്ന് ഉറപ്പ് തന്നിരുന്നു. വൈകിട്ട് കോഴിക്കോടിനൊരു ഗിഫ്റ്റ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുള്ള, പരിസ്ഥിതി പ്രവർത്തകർക്കും സമരപ്രവർത്തകന്മാർക്കും, കേരളത്തിന്റെ വികസന താളം പ്രകൃതി വിരുദ്ധമാവരുത് എന്നാഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് ഈ ഒരു കേരയിൽ പദ്ധതി പിൻവലിച്ചുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തെ ഞങ്ങൾ കാണുന്നത്. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ സർക്കാരിൽ. ആ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഈ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാർ തെളിയിച്ചു. അദ്ദേഹം ഈ സമരപന്തലിൽ പല ഘട്ടങ്ങളിലായിട്ട് വരികയും സമരങ്ങളുടെ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലുടനീളം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നയിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമിനോടും ഞങ്ങൾക്ക് അതിരറ്റ ആനന്ദവും അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്താനുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും മറ്റന്നാൾ ഈ സമരപ്പന്തലിൽ ഏറ്റവും വലിയ ഒരു ആഹ്ലാദ പരിപാടികൾ നടക്കുന്നതായിരിക്കും. അതോടൊപ്പം എല്ലാവരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അതാണ് കോഴിക്കോട് നിന്നുള്ള കാട്ടിലെ പിടികയിൽ നിന്നുള്ള സമരസമിതിയുടെ പ്രതികരണം. ഇനി അഖിലിലേക്കാണ്. അഖിൽ, കോട്ടയത്ത് മാടപ്പള്ളി സിൽവർ ലൈൻ സമരപ്പന്തലുണ്ട്. അഖിൽ, എന്താണ് കോട്ടയത്തെ കാഴ്ച? എങ്ങും സമരസമിതിക്കാർ ആഹ്ലാദ പ്രകടനത്തിലാണ്. സമരം വിജയിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉറ്റുനോക്കുകയായിരുന്നു സമരസമിതിക്കാർ എല്ലാ ജില്ലകളിൽ നിന്നും. മധുര വിതരണം നടക്കുകയാണ്. തീർച്ചയായും സ്മൃതി, നമുക്കറിയാം. അതെ, സ്നേഹത്തിന്റെ, അതായത് ആ ഒരു വിജയത്തിന്റെ, അവരുടെ സന്തോഷത്തിന്റെ മധുരമാണ് അവർ എല്ലാവർക്കും പങ്കുവെക്കുന്നത്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് സമരസമിതിക്കാരുള്ളത്. കാരണം 1490 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം, സമര പോരാട്ടം ഒരു വിജയം കണ്ടിരിക്കുന്നതിലാണ്. കേരളത്തിൽ ആദ്യമായി ഒരു കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരം നടക്കുന്നത് കോട്ടയം മാടപ്പള്ളിയിൽ നിന്നും, അത് ഈ സമരപ്പന്തലിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇവിടെ നടന്ന നാടകീയ സംഭവങ്ങളും അമ്മയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് കരയുന്നതുമായ രംഗങ്ങളൊക്കെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു വലിയ മുറിവായി അല്ലെങ്കിൽ വേദനയായി അവിടെ നിൽക്കുന്നുണ്ടെന്നാണ്. ആ കുഞ്ഞിന് ആദ്യം മധുരം നൽകി തന്നെയാണ് ഇവരുടെ സന്തോഷം ആഘോഷിച്ചതെന്നുള്ളതാണ്. വലിയ സന്തോഷം തന്നെയാണ് ഉള്ളത്. ആ ഒരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് എന്തായാലും ഇവിടെ ആകെ നടക്കുന്നെന്നുള്ളതാണ്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് സമരസമിതി അംഗങ്ങൾ ഓരോരുത്തരുള്ളത്. ഈ കുഞ്ഞും അമ്മയും ആണ് എന്നുള്ളതാണ്. നമുക്ക് അമ്മയുണ്ട്, നമുക്ക് അമ്മയുടെ പ്രതികരണം തേടാം എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, അന്നത്തെ ആ ഒരു ദിവസം, ആ ഒരു സമരത്തിന്റെ ഒരു വലിയ വിജയമായിട്ടല്ലേ ഇതിനെ കാണുന്നത്? 100%. ഇത് ഞങ്ങളുടെ 400 കുടുംബങ്ങളാണ് ഈ മാടപ്പള്ളി പറഞ്ഞത്. 400 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ 400 ഭവനങ്ങൾ, ഒരു ഭവനത്തിൽ 3 കുടുംബങ്ങളെങ്കിലും കാണും. അത്രയും കുടുംബങ്ങൾക്കുണ്ടായ വലിയ സന്തോഷം. വലിയ ഒരു മഴ, കൊടുങ്കാറ്റടിച്ച് ശാന്തമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമാണ് ഈ ഒരു അവസരത്തിന് വേണ്ടി. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളയിൽ പിൻവലിക്കുമെന്ന് പറഞ്ഞു. വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രിയായി വന്നു. ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അതിന്റെ വളരെ സന്തോഷം. 1000 അഭിവാദ്യങ്ങൾ. മോളെ അന്ന് ശരിക്കും പിടിച്ചു മാറ്റി ചേച്ചിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയ രംഗങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരും മനസ്സിലുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ കാണുകയും ഞങ്ങളുടെ കണ്ണില് ഇന്നും ഊതി അതങ്ങ് വലുതാക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിനോടൊരു ആവേശമാണ്. അത് അവസാനം വരെ ഞങ്ങൾ നിലനിർത്തി. ഇന്ന് അതൊരു വലിയ മഴയായി അത്